ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമുക്ക് നോക്കാനുള്ളത് പറഞ്ഞാൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഒപ്പുവെച്ച ആ ഒരു വ്യാപാര കരാർ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ചർച്ചകളാണ്. പല രാജ്യങ്ങളിൽ നിന്നും ഇതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, അതായത് ട്രംപിൻ്റെ താരിഫിനെ എങ്ങനെയാണ് ഇന്ത്യ സ്ലാഷ് ചെയ്ത് കളഞ്ഞത് എന്നുള്ള നിലയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യക്കുള്ളിൽ ഇതിനെക്കുറിച്ചുള്ള ക്രിട്ടിസൈസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, ചിലർ ഇതിനെ വിലയിരുത്തുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈഡുകളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളൊക്കെയാണ് നടത്തുന്നത്. ഏതൊരു ട്രേഡ് ഡീൽ വന്നാലും അതിൽ ചില പോസിറ്റീവ്സ് ഉണ്ടാവും, അതേപോലെ നെഗറ്റീവ്സ് ഉണ്ടാവും. കാരണം ഇതൊരു ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഗവൺമെൻറ് അല്ല ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇവിടെ ബിസിനസ് നടത്തുന്ന ബിസിനസ് ഓണേഴ്സാണ് ഇത് വാങ്ങിക്കുന്നത്. അവരാണ് അവരുടെ റീറ്റെയിൽ ഷോപ്പിന് വേണ്ടിയിട്ടായാലും അവരുടെ ഹോൾസെയിൽ ഷോപ്പിന് വേണ്ടിയിട്ടായാലും പർച്ചേസ് നടത്തുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യക്കുള്ളിൽ അവൈലബിൾ ആകുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി, അതുപോലെ പ്രൈസ്, ഇതിനെല്ലാം അനുസരിച്ചിട്ടാണ് ഈ ഓർഡറുകൾ പോകുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്, ഇന്ത്യക്കുള്ളിൽ ഇതുവരെ നിലനിന്നിരുന്ന പ്രൊട്ടക്ഷനിസം പോളിസിയെ എടുത്തു മാറ്റിക്കൊണ്ട് ഇന്ത്യ യൂറോപ്പുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിലേക്ക് പോയിരിക്കുന്നു എന്നാണ് പ്രത്യക്ഷത്തിൽ എല്ലാവരും വാർത്തകൾ ഇങ്ങനെ പറയുന്നത്. പ്രൊട്ടക്ഷനിസം പോളിസി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ, കൃത്യമായിട്ട് ഇതിൻ്റെ സെക്ടർ തിരിച്ചിട്ടാണ് ഇതിൻ്റെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻ നടത്തിയിരിക്കുന്നത്. ഒരു വിഷയം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് യൂറോപ്പുമായിട്ടുള്ള ട്രേഡ് എഗ്രിമെൻറ്റിൽ ലാഭമാണുള്ളത്, നഷ്ടമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ കംസ് ഔട്ട് ഓൺ ടോപ്പ് എന്നാണ് US-ൻ്റെ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞിരിക്കുന്നത്. ജെമീസൺ ഗ്രീറാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു വെച്ചത്. അതിന് കാരണങ്ങളുണ്ട്. ഇത്രമാത്രം ഗ്ലോബൽ പ്രഷറിൽ ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്തിനല്ലാതെ യൂറോപ്പുമായിട്ട് ഈ മാതൃകയിൽ ഒരു ട്രേഡ് വെക്കുക അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അത് ഇന്ത്യയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതെന്താണ്, വേറെ ഒരു രാജ്യവുമായിട്ടും യൂറോപ്പിന് കരാർ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വെക്കാൻ പറ്റും. പക്ഷെ മാർക്കറ്റ്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്. ഇന്ത്യയുടെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റ്, അതാണ് യൂറോപ്പിന് തുറന്നു കിട്ടിയിരിക്കുന്നത്. ഇത് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് യൂറോപ്പിനും. ഇത് ഇന്ത്യയുടെ പ്രൊട്ടക്ഷനിസം പോളിസിക്ക് എതിരല്ല, പ്രൊട്ടക്ഷനിസം സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ്, അതായത് ഇന്ത്യയിലെ കർഷകരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ട്രേഡ് ഡീൽ മുന്നോട്ട് പോയിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്തെ സെക്ടേഴ്സ് ലൈക്ക് മിഷനറീസ്, കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ടെക്സ്റ്റൈൽസ്, ഇലക്ട്രോണിക്സ്, ജെംസ്, ലെതർ ആൻഡ് ഓട്ടോ കമ്പോണൻസ്, ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ ഗെയിൻ ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. പിന്നെ ഈ എഗ്രിമെൻറ്റ് ബിയോണ്ട് ലെവലിൽ പോകുന്നുണ്ട്. ഇത് മാത്രമല്ല എഗ്രിമെൻറ്റ്, ഇതിലുപരിയായിട്ട് ഫർദർ ഗുഡ് സർവീസിന് പുറമെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഡിജിറ്റൽ ട്രേഡ്, സപ്ലൈ ചെയിൻസ്, ടെലികോം, ഫൈനാൻസ് ആൻഡ് ഇ കോമേഴ്സ്, സെൻസിറ്റീവ് ഇന്ത്യൻ സെക്ടേഴ്സ് ഉണ്ട്. ഈ സെൻസിറ്റീവ് ഇന്ത്യൻ സെക്ടേഴ്സ് എന്ന് പറയുന്നതാണ് ഈ പ്രൊട്ടക്ഷനിസം പോളിസിയുടെ കീഴിൽ വരുന്നത്. അവിടെയാണ് സച്ചസ് ഡയറി പ്രോഡക്ട്സ്, റൈസ്, സ്പൈസസ്, പോൾട്രീസ്, ഇവിടെയൊക്കെ ഇന്ത്യ കൃത്യമായിട്ട് ആ താരിഫ് നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെയൊന്നും ഒരു പരിധിക്ക് മുകളിൽ താരിഫ് ഇളവ് ഈ മേഖലയിൽ കൊടുത്തിട്ടില്ല. അതായത് ഈ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസിയുടെ കീഴിൽ വരുന്ന ഈ കർഷകർക്ക്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഈ ഒരു ഇളവ് കൊടുത്തിട്ടില്ല എന്നാണ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് റിമൈൻസ് പ്രൊട്ടക്റ്റഡ് ടു സേഫ് ഗാർഡ് ഫാമേഴ്സ് എന്ന് തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ സെക്യൂരിറ്റി, ഡിഫൻസ് കൊളാബറേഷൻ, അത് വേറൊരു തലത്തിലാണ്. അതും നമ്മുടെ ഫാർമേഴ്സും തമ്മിൽ യാതൊരു ബന്ധമില്ല. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇന്ത്യൻ ടാലൻസ് ടു യൂറോപ്പ്. അതാണ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അവിടെ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത 5 വർഷത്തേക്കുള്ള സ്ട്രാറ്റജിക് എഗ്രിമെന്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു 13 എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു റിലേഷൻഷിപ്പ് ഈ ഇടപെട്ട കാലത്തൊന്നും ഇന്ത്യ യൂറോപ്പ് തമ്മിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത്രമാത്രം ഇന്ത്യയും യൂറോപ്പും തമ്മിൽ ഒരു പൊളിറ്റിക്കൽ ടൈസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ സൈഡിൽ നിന്നുള്ള കാഴ്ചപ്പാട്. ശരിക്കും അമേരിക്കയ്ക്ക് മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അടുത്ത് നിൽക്കുന്ന ഇന്ത്യ ഒരു തരത്തിൽ ചൈനയെ കടത്തിവെട്ടുന്ന ഇന്ത്യ എന്ന് തന്നെ പറയേണ്ടി വരും. അത് സാമ്പത്തികമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല, ഒരു ട്രസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ കൂടുതൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാറില്ല. ആ ഒരു മാതൃകയിൽ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇത്രയും നാളും ഇന്ത്യയെ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിരുന്നത് അമേരിക്കയാണ്. അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് മേളിൽ അവർക്ക് എന്തും ആവാം. അവർക്ക് ഇന്ത്യയുമായിട്ട് ട്രേഡ് ആവാം, ഡിഫൻസ് ആവാം, അവർക്ക് എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇന്ത്യയുമായിട്ടാവാം, അതേപോലെ റഷ്യയുമായിട്ടും ആവാം. അവർക്ക് ആരോട് വേണമെങ്കിലും ആവാം. പക്ഷേ മറ്റുള്ളവർ അതിലേക്ക് വരാൻ പാടില്ല. അതിലാണ് അവർക്ക് പ്രശ്നം. അപ്പോൾ അതിൻ്റെ വെപ്രാളങ്ങളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിനെ കുറിച്ച് ഏതൊക്കെ മേഖലകളിൽ എത്ര പെർസെൻറ്റേജ് താരിഫ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മളുടെ മെയിൻ ചാനലിൽ ഇൻസൈറ്റ്സ് മലയാളത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ആർമി നമ്മളുടെ ഡ്രോൺ സർവീസസിൻ്റെ എണ്ണം കൂട്ടുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാനും ചൈനയും
തുടരെ നമ്മളുടെ ബോർഡർ ഏരിയകളിൽ ഡ്രോൺ നിരീക്ഷണങ്ങൾ തകൃതിയായിട്ട് അവർ നടത്തുകയാണ്. അപ്പോൾ ആ സർവൈലൻസിനെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളും ബോർഡർ ഏരിയയിലേക്ക് ഏറ്റവും കൂടുതൽ ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫിൻലാൻഡിന്റെ പ്രസിഡന്റ് ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ അപ്രിഷ്യേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. താരിഫ് സ്ലാഷ്ഡ് ഇൻ ജൈന്റ് ട്രേഡ് ലീപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഈ ഒരു ബന്ധം മൾട്ടിലേറ്ററലിസത്തിന്റെ ഒരു സൂപ്പർ എക്സാമ്പിൾ ആണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് ലോകം മൾട്ടിലേറ്ററലിസത്തിലോട്ട് സഞ്ചരിക്കുന്നതിന്റെ ഒരു സൂചനയാണിത്. അതിനുള്ളൊരു നല്ല തുടക്കം കൂടിയാണ്. കാരണം മാസീവായിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളാണ് ഈ മൾട്ടിലേറ്ററലിസം എന്നുള്ള ആ ഒരു പോളിസിയിലേക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും യൂറോപ്പിന്റെ ഒരു പോളിസി ഷിഫ്റ്റ് ആണ്, അല്ലാതെ ഇത് ഒരിക്കലും ഇന്ത്യയുടെ പ്രൊട്ടക്ഷനിസം പോളിസിക്ക് എതിരല്ല. ഇത് യൂറോപ്പിന്റെ യൂണിലേറ്ററൽ ഡിപ്ലോമസിയിൽ നിന്നും മൾട്ടിപോളർ ഡിപ്ലോമസിയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ആണ്. അത് ഇന്ത്യ നിരന്തരം യൂറോപ്പിൽ ചെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വേർഡാണ് മൾട്ടിലേറ്ററലിസം. അപ്പോൾ അതിലേക്കുള്ള യൂറോപ്പിന്റെ ഒരു കടന്നുവരവിനെയാണ് ഇന്ത്യ യൂറോപ്പ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ കൊമേഴ്ഷ്യൽ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ പറഞ്ഞിരിക്കുന്നത് 2026 യൂറോപ്യൻ യൂണിയൻ മാത്രമല്ല മറ്റു പല മേഖലകളിലേക്കും ഗ്ലോബലി തന്നെ ഇന്ത്യയുടെ വ്യാപാരം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല കാര്യമാണ്. അമേരിക്കയുടെ പണി തുടങ്ങും. അപ്പോൾ അമേരിക്ക ഉടനെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് പണി എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ സിപ്ല എന്ന് പറഞ്ഞ കമ്പനിയുടെ മെഡിസിൻസിന് ക്വാളിറ്റി പോരാ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിലവിൽ ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ മെഡിസിൻസിന് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമേരിക്ക. ഇതൊരു സൂചനയാണ്. അതായത് ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബാണ് നിങ്ങളെന്ന് പറഞ്ഞാലും ഞങ്ങൾ മരുന്ന് വിൽക്കാൻ അനുവദിക്കില്ല എന്നുള്ള ധ്വനിയാണത്. പക്ഷേ അത് ട്രംപിന് ദോഷം ചെയ്യും. കാരണം അവിടെ ജനറിക് മെഡിസിൻസ് ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് കിട്ടുന്നത് ഇന്ത്യൻ മെഡിസിനാണ്. അത് അമേരിക്കയിലേക്ക് എത്രമാത്രം ആവശ്യമുണ്ടെന്നുള്ളത് ട്രംപിന് നന്നായിട്ടറിയാം, അമേരിക്കൻ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. അമേരിക്ക 50% താരിഫ് ഇന്ത്യക്ക് മേളിൽ ചുമത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ പോലും അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ മെഡിസിന് തടയാൻ കഴിഞ്ഞിട്ടില്ല. മെഡിസിന് മേളിൽ താരിഫ് ഇടാനുള്ള ധൈര്യം വന്നിട്ടില്ല. അത് വരില്ല. കാരണം അത് ലൈഫ് സേവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ട്രംപിന് നന്നായിട്ടറിയാം. പിന്നെ ഈ മെഡിസിൻ മേഖലയിലൊക്കെ ഇങ്ങനെ ഞാനൊരു തടസ്സം കൊണ്ടുവരും എന്നുള്ള ഒരു സൂചനയൊക്കെ ഇന്ത്യക്ക് തരുന്നെങ്കിൽ അതിന് പേടിച്ചിട്ടല്ല ഇന്ത്യ നിൽക്കുന്നത്. അതൊക്കെ ട്രംപിന് എന്ത് വേണേലും കാണിക്കാം. 50% താരിഫ് ഇടാം, ഇനി 100% താരിഫ് ഇടാം. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഇനി അമേരിക്കയുടെ ഉള്ളിലേക്ക് മരുന്ന് കയറ്റി അയക്കേണ്ട എന്ന് തീരുമാനിക്കാം. അതൊക്കെ ട്രംപിന് തീരുമാനിക്കാം. അമേരിക്ക ട്രംപിൻ്റെയാണ്. അപ്പോൾ ട്രംപിന് എന്ത് വേണേലും അതിനകത്ത് അഭിപ്രായം പറയാം, ചെയ്യാം. എത്ര വേണമെങ്കിലും അമേരിക്കൻ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് താരിഫ് എന്നുള്ള പേരിൽ പൈസ വാങ്ങിച്ച് US ട്രഷറിയിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. പേര് താരിഫ് എന്ന് പറയാം. അതിലൊന്നും യാതൊരു വിരോധവുമില്ല. പക്ഷേ ഇതെല്ലാം തന്നെ ഏറ്റുവാങ്ങേണ്ടത് അമേരിക്കൻ ജനങ്ങളാണ്, അതായത് നമ്മളല്ല. ട്രംപ് വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജനറിക് മെഡിസിൻസ് മറ്റുള്ള രാജ്യങ്ങളിലൂടെ അമേരിക്കയിൽ എത്തുക തന്നെ ചെയ്യും. ഇന്ത്യക്ക് എന്താണോ കിട്ടേണ്ടത് അത് ഇന്ത്യക്ക് കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ ട്രംപ് എടുത്തിരിക്കുന്ന നിലപാടുകളെല്ലാം തന്നെ പൊട്ടത്തരമാണ്. ആ പൊട്ടത്തരത്തിന്റെ തിരിച്ചടികൾ ഓരോന്നായിട്ട് ഇനി കിട്ടിത്തുടങ്ങും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യൂറോപ്പ് ഇന്ത്യ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ട്രംപ് ഒറ്റൊരാൾ വിചാരിച്ചത് കൊണ്ടാണ് ഇത് ഇത്രയും വേഗം ഈ ഒരു ഡീൽ സാധ്യമായത്. നമ്മൾ യൂറോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ചില്ലറ കളിയല്ല കേട്ടോ. 27-28 രാജ്യങ്ങളുടെ ഡീലാണേ ഒറ്റ പേപ്പറിൽ സൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈസ്റ്റേൺ യൂറോപ്പിന് വലിയ രീതിയിലുള്ള ആവശ്യമുണ്ട്. ഇന്ത്യൻ സാധനങ്ങൾക്ക് നല്ല ഡിമാൻഡുള്ള മേഖലയും കൂടിയാണ് അവിടെ. പ്രത്യേകിച്ചും ഈ ആഫ്രിക്കൻ റെഫ്യൂജികൾ, അതുപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പോയ റെഫ്യൂജികൾ, ഇവരെയൊക്കെ കൊണ്ട് വീർപ്പ് മുട്ടി പൊറുതി മുട്ടിയിരിക്കുന്ന യൂറോപ്യൻ സ്റ്റേറ്റുകൾക്കാണ് നമ്മളിനി സാധനം അയക്കേണ്ടത്. അപ്പോൾ അവിടെ ചീപ്പർ പ്രോഡക്റ്റിനും ഡിമാൻഡുണ്ട്, അതേപോലെ തന്നെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സിനും അവിടെ ഡിമാൻഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന A ഗ്രേഡ് ക്വാളിറ്റിക്കും ആൾക്കാരുണ്ട്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന C ഗ്രേഡ് D ഗ്രേഡ് പ്രോഡക്ട്സിനും വാങ്ങിക്കാൻ അവിടെ ആൾക്കാരുണ്ട്. അതാണ് ഇപ്പോഴത്തെ യൂറോപ്പിന്റെ സ്ഥിതിഗതികൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് സാധനവും കയറ്റി അയക്കാം എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സ്റ്റാർമർ ആണെങ്കിൽ ട്രംപിന് ഒരു മറുപടി കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് കാനഡയ്ക്ക് പുറമെ UK-യും ചൈനയിലേക്ക് ഒരു വിസിറ്റ് നടത്തിയേക്കാം എന്ന് വിചാരിച്ചിരുന്ന സാഹചര്യത്തിൽ UK-യുടെ കോടതി ചൈനയുമായിട്ട് ഒരു വിസിറ്റ് വേണ്ട, വിസിറ്റൊക്കെ ആവാം, പക്ഷേ ഈ സാധനങ്ങൾ ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, കമോഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള ബന്ധത്തിൻ്റെയും ആവശ്യം ഇപ്പോൾ ഇല്ല. കാരണം അത് സെക്യൂരിറ്റി ത്രെട്ടാണ് എന്നാണ് UK-യുടെ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് സ്റ്റാർമറിനൊരു ചെറിയ തിരിച്ചടിയായിട്ടുണ്ട്. ഇതേപോലെയുള്ള സംഗതികൾ തുടരെ നടക്കും. അമേരിക്ക ഇന്ത്യക്ക് മേളിൽ ശക്തമായ രീതിയിൽ പ്രഷർ ഇടാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ വൻകിട കമ്പനികളുടെ പ്രോജക്റ്റുകൾ അമേരിക്കയിൽ റൺ ചെയ്യുന്നെങ്കിൽ അതിനെതിരെ നടപടികൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതേപോലെ നമ്മളുടെ മെഡിസിൻ കമ്പനികൾക്കെതിരെ സാങ്ഷൻസ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും ഇനി ഇന്ത്യക്ക് മുന്നിൽ വില പോകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഒരു ചർച്ച നടക്കുന്നത്, ട്രംപ് അർമദ എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ പടക്കോപ്പുകളുമായിട്ട് ഇറാന്റെ മുന്നിൽ പോയിട്ട് അണിനിരന്ന് നിന്നിട്ട് ഇതുവരെ ഒരു രീതിയിലുള്ള ആക്ഷൻസും എടുത്തിട്ടില്ല.
പക്ഷേ മിഡിൽ ഈസ്റ്റിലെമ്പാടും ആയുധങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് തന്നെയാണോ ട്രംപ് പോയത്, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് ഡയലോഗിന് ഇറാനെ ക്ഷണിച്ചു വരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നതാണോ എന്നും കൂടി ചില അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരു ഭീകരവാദിയെ ഇന്ത്യയുടെ BSF വെടിവെച്ചിട്ടിരിക്കുകയാണ്. ലാഹോർ സ്വദേശിയാണ് ഈ ബോർഡർ മുറിച്ച് കടക്കാൻ ശ്രമിച്ചത്. ഇത് ശരിക്കും ഒരു കടന്നുകയറ്റമാണ്. അപ്പോൾ അതിനെതിരെയാണ് വെടിവെച്ചത്. ആ വെടിയേറ്റ ഭീകരവാദി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ യൂറോപ്യൻ യൂണിയൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഖായ ഖല്ലാസ് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കും യൂറോപ്പിനും ഈ ട്രേഡ് മാത്രമല്ല, ബിയോണ്ട് ട്രേഡിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ബ്ലൂ പ്രിന്റുകളാണ് നമ്മളൊരു 13 എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അത് അടുത്ത 5 വർഷം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ഏതൊക്കെ കാര്യങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രൈമറി എഗ്രിമെന്റ് ആണ് ഈ ഒരു 13 എണ്ണം. ആ 13 വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ആ വിഷയങ്ങളിൽ ഇന്ത്യയും യൂറോപ്പും ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ഈ ഒരു ട്രേഡ് എഗ്രിമെന്റ് യൂറോപ്പിൽ 24ഓളം ഭാഷകളിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർ ഓരോ രാജ്യങ്ങളിലേക്കും അയച്ച് അത് കൃത്യമായിട്ട് പരിശോധന നടത്തി പിന്നീട് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റിൽ അത് പൊതു വോട്ടെടുപ്പിന് വെച്ച് എന്നിട്ടാണ് ഇത് പാസ്സാക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ മെജോറിറ്റി അനുസരിച്ച് പാർലമെൻറ്റിൽ, രാജ്യസഭയിലും ലോക്സഭയിലും അത് പാസ്സാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രൊസീഡിങ്സ് ഉണ്ട്. അപ്പോൾ ആ രീതിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അമേരിക്ക അതിൽ പല രാജ്യങ്ങളെയും സ്വാധീനിച്ചിട്ട് അവർക്ക് വേണ്ട ലീഡേഴ്സ് ഉണ്ടെങ്കിൽ അവരെ സ്വാധീനിച്ച് ഈ വോട്ടെടുപ്പ് അട്ടിമറിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും കൂടിയാണ് നമ്മൾ ഈ ഒരു ട്രേഡ് എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. 2026 എന്നുള്ളത് ഇപ്പം നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഈ ഒരു ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തെങ്കിലും ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഇതുവരെ ആ ഒരു ട്രേഡ് എഗ്രിമെന്റ് നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ അത് നിലവിൽ വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബി പ്രാക്ടിക്കൽ. അപ്പോൾ നമ്മൾ ഒരുപാട് ഇതിനകത്ത് ഇപ്പോൾ ആഘോഷിക്കേണ്ടതില്ല. ഇത് പൂർത്തിയായി നിലവിൽ വരട്ടെ. എന്നാൽ മാത്രമേ ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള യഥാർത്ഥ ഗുണം 2 രാജ്യങ്ങൾക്കും ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതും കൂടി നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വാർത്തയോട് അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.